ശ്രീ ബാലനാണ് പാലക്കാട് നിന്ന്. ശ്രീ ബാലൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി കാരണം യഥാർത്ഥത്തിൽ ഈ സർക്കാരാണോ അതോ മുൻ സർക്കാരാണോ? നമസ്കാരം കിരൺ ഭായ്. നമസ്കാരമുണ്ട്. ഈ സർക്കാരാണെന്ന് വെച്ചാൽ ഈ സർക്കാരും ഒരു പ്രതിസന്ധിക്ക് ഒരു കാരണമാണ്, മുൻ സർക്കാരും ഒരു കാരണമാണ്, വൈദ്യുതി ഉപയോഗിക്കുന്ന ഞാനും ഒരു കാരണക്കാരനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ലാവിഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ. കാരണം വെച്ചാൽ നമുക്ക് അതിന് കുറച്ചൊരു സാമ്പത്തികമായ ഒരു കാഴ്ചപ്പാടിൽ കൂടെ പല രീതിയിൽ എസിയോ അല്ലെങ്കിൽ ആധുനിക രീതിയിലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് ലാവിഷമായിട്ട് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൂട് അതൊരു ഘടകമാണ്. അപ്പൊ ഇന്നലെ ഇവിടുത്തെ കർക്കിടക സംക്രമം എന്നാണ് ഇപ്പൊ ഇന്നലെ പറയുന്ന ദിവസം. ഈ ദിവസമൊക്കെ മഴ തോരാതെ പെയ്യുന്നൊരു മഴ. ആ സമയത്ത് കയറിത്തിന് മഴയില്ല. മഴ കുറച്ച് ദിവസമായിട്ട് മഴയില്ല. മഴ വളരെ കുറഞ്ഞു പോയി. മാത്രമല്ല ഈ മഴക്കിടയിൽ എന്റെ ഓർമ്മയിൽ ഇങ്ങനെ മഴക്കിടയിൽ ഇത്രയും ചൂടുണ്ടായില്ല. ഒരു ഏപ്രിൽ മെയ് മാസം ചൂടില്ലെങ്കിൽ പോലും അത്യാവശ്യം ചൂടുണ്ട്. ഈ സമയത്ത് പോലും ഫാനിലാണ്ട് ഉപയോഗം ധാരാളം കൂടിയിട്ടുണ്ട്. ഇത് കുറച്ചിപ്പോ 2 മാസം കൊണ്ട് ഇവരുണ്ടാക്കി തീർത്താന്ന് വെച്ചാൽ കുറച്ച് മന്ത്രിസഭമാരുള്ളൂ, ഈ ഉദ്യോഗസ്ഥന്മാര് രാജമാണിക്കത്തെ ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവർക്ക് കുറച്ചൊക്കെ ഒരു ദീർഘവർഷത്തോളം കുട്ടി കണ്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പിന്നെ ഇതിൽ രാഷ്ട്രീയം കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവൻ രാഷ്ട്രീയമായിട്ട് പരിഹരിക്കേണ്ട കാര്യമില്ലെന്ന്. നമ്മുടെ ഉപയോഗം കൂടുന്നിടത്ത് ഈ ഉപയോഗം കൂടുന്നതിന് വെച്ചാൽ ഇങ്ങനെ പരിഹരിക്കാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പല മാർഗങ്ങളാണ് ഇതിനകത്തുള്ളത്. ഈ ജലവൈദ്യുതി പദ്ധതി ഒന്നും ഈ ആഗോളതാപനത്തിന്റെ ഭാഗമായിട്ട് നമുക്കതിനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. താപവൈദ്യുതി അതും പ്രശ്നമാണ്. അതും പോയി പറഞ്ഞ മാതിരി അന്തരീക്ഷം മലിനീകരണം, കൽക്കരി കിട്ടാത്ത പ്രശ്നം, ആണവ നില അത് അതിലേറെ പ്രശ്നമാണ്. ഒരു ജനസാന്ദ്രത കൂടിയ സംസ്ഥാനത്ത് നമുക്ക് അത് അപകട ഭീഷണി ഉയർത്തുമ്പോൾ അതും പറ്റില്ല. ഇവിടെ ചെയ്യാൻ കഴിയുന്നത് ഈ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുക, അല്ലെങ്കിൽ സോളാർ വലിയൊരു സാധ്യതയാണ് അതെന്നേ ഇവർ പറയുന്ന പോലെ. പക്ഷേ ഈ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോഴും അത് സ്റ്റോർ ചെയ്ത് വെച്ച് പിന്നീടത്തേക്ക് ഉപയോഗിക്കാനുള്ള സംവിധാനം നമ്മുടെ ഇവിടെ ഇല്ലല്ലോ. ട്രാൻസ്ഫോമറുകളിലൊക്കെ കപ്പാസിറ്റി കൂടേണ്ടി വരുന്നത് അതിന് മാത്രം ആശ്രയിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഫുള്ളായി സോളാറിലേക്ക് പോകുന്ന KSB കൂടേണ്ടി വരും. ഫുള്ളായിട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് പല സ്രോതസ്സുകളിലൂടെ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഇനിയിപ്പോ ഒരു വീട്ടിലായിക്കോട്ടെ, എന്റെ വീട്ടിലായിക്കോട്ടെ, ഞാൻ ചോദിച്ചിട്ട് ഒരു 3 കിലോ വാട്ടിന്റെ ഒരു സോളാർ പാനൽ ഫിറ്റ് ചെയ്യണമെങ്കിൽ 1.38 1.40 റേറ്റ് വരുന്നത്. ഒരു 78-80% സർക്കാർ സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഒരു സാധാരണക്കാരന് പോലും വേണമെങ്കിലും ഒരു ലോട്ടറി എടുക്കുന്ന കാശ് അല്ലെങ്കിൽ കള്ളുടിക്കുന്ന കാശ് മൂന്നിലൊന്ന് മാറ്റി വെച്ചാൽ ഒരു 3 കിലോ വാട്ടിന്റെ സോളാർ പാനൽ വെക്കുക, മോട്ടറോ AC വരെ അതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ആധികാരികമായിട്ട് പറയുന്നത് ഞാനൊക്കെ അറിയുന്ന ആളാണ് പറയുന്ന കാര്യം. അപ്പൊ ഇത് മുഴുവൻ രാഷ്ട്രീയമായിട്ട് ഇത് കാണേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നോക്കണ്ട, 10 വർഷം ഇവിടെ കട്ട് എന്ന് പേരെ ഇല്ലാതിരുന്നുള്ള 10 മിനിറ്റ് 15 മിനിറ്റ് ആയിട്ട് പല തവണ കറണ്ട് പോയിരുന്നു, വോൾട്ടേജും കുറഞ്ഞിരുന്നു. സാങ്കേതികമായിട്ട് കട്ട് ചെയ്തില്ല. ഇവർക്കിപ്പോ ചെയ്യാൻ കഴിയുമ്പോൾ പ്രഖ്യാപിച്ചിട്ട് ചെയ്യാം. 1 മണിക്കൂർ 2 മണിക്കൂർ ടൈം കൊടുത്തിട്ട് ആ ടൈം നമ്മൾ ആളുകൾക്ക് കണക്കാക്കി നിൽക്കാമല്ലോ. അത് ചെയ്യുന്നില്ല. എപ്പോ വേണമെങ്കിൽ പോകുമ്പോൾ എപ്പോ വേണമെങ്കിൽ വരാം. ആ കാഴ്ചപ്പാടുമാറി ഞങ്ങൾ 1 മണിക്കൂർ ഉച്ചയ്ക്കും 1 മണിക്കൂർ ഉച്ചയ്ക്ക് തീരുമാനിച്ച് കട്ട് ചെയ്ത കുറെ ജനങ്ങൾക്ക് അതിന്റെ ഉപദ്രവം കിട്ടും. അപ്പൊ ശരി ഭായി. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കൊച്ചാപ്പു ആണ് ചാലക്കുടിയിൽ നിന്ന്. ശ്രീ കൊച്ചാപ്പു, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ ഇപ്പോൾ ഈ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാവുന്നത്? ഇപ്പൊ പ്രതിസന്ധി ഇപ്പൊ പറഞ്ഞ നേരത്തെ തന്നെ എല്ലായിടത്തും എല്ലാ പ്രാവശ്യം 2 മാസം മുന്നേ എൽഡിഎഫ് ഉള്ളപ്പോ ഇത്രയും വലിയ കട്ടിങ് ഉണ്ടായിരുന്നില്ല. പിന്നെ 2 മാസം കൊണ്ട് ഇപ്പൊ കട്ടിങ് വന്നു എന്നുള്ള ഒരു പരാതിയില്ല. ലൈറ്റ് കറണ്ട് ചാർജ് ഉപയോഗങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും ആവട്ടെ. നമുക്ക് ഈ രാത്രിയിൽ ഈ 2 സമയങ്ങളിൽ കട്ടാവുന്ന 7 മണിക്കോ 8 മണിക്കോ കട്ടാവുന്നത് കിടന്നുറങ്ങാനും ഇരിക്കാനും പറ്റാത്ത സമയത്താണ് ഈ കട്ടാവുന്നത്, ചൂട് എടുത്തിട്ട്. അപ്പൊ അത് പകല് സമയങ്ങളിലെ ഏതെങ്കിലും ഒരു സമയത്ത് കാണുന്നുണ്ടെങ്കിൽ രാവിലെ പകലല്ല നമുക്ക് കറണ്ട് തന്നെ ആവശ്യം വരുന്നത്, രാത്രിയിലാണ് നമ്മുടെ കറണ്ട് തികയാത്ത. അപ്പം പകല് കട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. പകല് കട്ട് ചെയ്താലും നമ്മൾക്ക് വീട്ടിൽ കിടന്നുറങ്ങുന്ന ആൾക്കാർക്ക് രാത്രിയിൽ ബുദ്ധിമുട്ട് വരുന്നത് ഒഴിവാക്കി എടുക്കാവുന്ന രൂപത്തിൽ ചെയ്യാവുന്ന രൂപത്തിലാണ്. ഓക്കെ, പലർക്കും അങ്ങനെ വലിയ ബുദ്ധിമുട്ട്. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ട. അനിയൻകുട്ടൻ, ഈ നിങ്ങളുടെ സർക്കാർ വന്നതിന് ശേഷം ആളുകളെ കറണ്ട് കട്ട് കുട്ടികൾക്ക് അറിയില്ല, അതുകൊണ്ട് അവരെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾ കറണ്ട് കട്ട് ചെയ്യുന്നതെന്നാണ് നിങ്ങളെ പരിഹാസപൂർവ്വമൊക്കെ ആളുകൾ പറയുന്നത്. ഇതിൽ കുറച്ച് ചെറിയൊരു വാസ്തവമൊക്കെ ഇല്ലേ? പറഞ്ഞോളൂ അനിയൻകുട്ടൻ. കറണ്ട് കട്ട് ഇന്ന് രാവിലെ തന്നെ നമ്മുടെ KSB ചെയർമാനൊക്കെ പറയുന്നത് കേട്ടില്ലേ? മന്ത്രി പറയുന്നുണ്ട്, അതിന്റെ ഉദ്യോഗസ്ഥരെല്ലാം പറയുന്നുണ്ട്. ഈ നമുക്ക് കാലാവസ്ഥ മഴയുടെ കുറവ് വളരെ അത് ബാധിക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ള സംസ്ഥാനത്തേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ കറണ്ട് ചെലവായിക്കൊണ്ടൊരു സംസ്ഥാനമാണ് കേരളം. അപ്പം അതിന്റെ കുറവ് അതിന്റെ ഈ കുറവുണ്ടായത് മഴയുടെ കാലാവസ്ഥയുടെ ഇതാണ്. ഇപ്പം തന്നെ ഇത് കണ്ടില്ലേ, ഞങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ഈ കർക്കിടകമായി പോലും ഇന്ന് ഭയങ്കര വെയിലാണ്, ഇവിടെ ചൂടാ. ഈ 18 ഞങ്ങൾക്ക് രാവിലെ ഒരു മഴയായി പൈത് കഴിഞ്ഞാൽ പിന്നെ തെളിയുന്ന വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിട്ട് മഴക്കാലം മഴ മാറി, കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് മാറ്റിപ്പോയി. പിന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അത് കഴിഞ്ഞു പോയി. ഇപ്പൊ ഇതിനകത്ത് വന്നേക്കുന്ന പാലിച്ചത് ഇതാണ്. അതുകൊണ്ട് ഇവിടെ സഹാക്കളൊന്നും ഇപ്പം കടന്നു പറഞ്ഞ് ഒരു മഹിയോ കീഴോ എന്ന് പറയുന്ന കേട്ട് 1 വർഷം പോലും ഇരിക്കുകയാണ്. അദ്ദേഹം മോഹൻലാൽ പടത്തിൽ പടങ്ങ പോലെ വടക്കോട്ട് നോക്കിയിരിക്കെ 1 വർഷം വരെ. ഓക്കെ.
ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം എന്തായാലും കറണ്ട് കട്ടില്ലായിരുന്നു, ഇപ്പം പക്ഷേ കറണ്ട് കട്ടുണ്ട്. രാഷ്ട്രീയ കാരണങ്ങളും മുൻകരുതലും ഒക്കെ പറയുമ്പോഴും കറണ്ട് കട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ജനങ്ങളാണ്. അതിന് ജനങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാൻ കഴിയുന്നത് ഈ സർക്കാരിനോടാണ്. എവിടെയാണ് പിഴവുണ്ടായത്? നമസ്കാരം. നമസ്കാരം. സത്യത്തിൽ ഔദ്യോഗികമായി കട്ടില്ല എന്നല്ലാതെ ഈ 10 വർഷം കട്ടില്ല എന്ന് ആര് പറഞ്ഞു? ഇടക്കിടക്ക് ഇപ്പം പോകുമ്പോൾ തന്നെ കട്ടെടുത്ത് ഇടക്കിടക്ക് അങ്ങനെ ഒരു സ്ഥിരമായ ഒരു കറണ്ട് കട്ടിന്റെ അവസ്ഥ കഴിഞ്ഞ 10 വർഷം എന്തായാലും ഉണ്ടായിരുന്നില്ല. വല്ലപ്പോഴും ഒക്കെ പോയിട്ടൊക്കെ ഉണ്ട്, അതൊക്കെ നിഷേധിക്കുന്നില്ല. അവസാന കാലത്ത് ഇത്തിരി കൂടുതൽ സമയം പോയിട്ടുമുണ്ട്. അപ്പോൾ അവസാന കാലത്ത് ഇത്തിരി അധികം കൂടുതൽ ടൈം പോയിട്ടുണ്ടല്ലോ. അതെല്ലാം ഉണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ മട്ടിൽ കറണ്ട് കട്ട് എല്ലാ ദിവസവും രാത്രിയായാൽ കറണ്ട് പോകുന്ന അവസ്ഥ അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അല്ല, അങ്ങനെയല്ല സാർ. അവസാന ഘട്ടത്തിൽ കൂടുതൽ അധികം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗവൺമെന്റിനെ BD സതീശൻ ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ സത്യത്തിൽ ഇവരെ കൊള്ളരുതായ്മയല്ലേ? ഇവർ മാറി മാറി മരിച്ചിട്ട് ഇതുവരെ ഒരു സംവിധാനം ഇതിൽ ഉണ്ടാക്കാനായിട്ടില്ലല്ലോ. കറണ്ട് ചാർജ് എത്രയോ തവണ വർദ്ധിപ്പിച്ചു, അതിലൊന്നും കൺസ്യൂമർക്ക് പ്രശ്നമേ ഇല്ല. എന്ത് ചെയ്യാനാ? അവർ വർദ്ധിപ്പിക്കുന്നു. കാരണം ഒരുപക്ഷെ പുറത്തുനിന്ന് കറണ്ട് വാങ്ങുന്നതായിരിക്കാം വലിയ വിലക്ക്. അവർക്ക് ഇതിനൊരു സാങ്കേതിക വിദ്യ ഉണ്ടാക്കാൻ ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടില്ലല്ലോ. ഇവർക്ക് ഓരോരുത്തരും അധികാരത്തിൽ വരുമ്പോൾ മേനി പറഞ്ഞ് നടക്കാൻ ഞങ്ങളുടെ കാലത്ത് കറണ്ട് കട്ടില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ക്രെഡിറ്റിനെ മാത്രം ഉദ്ദേശിക്കുന്നത്. പബ്ലിക്കിന് വേണ്ടി ഇത്രയും കാലമായിട്ട് മാറി മറിഞ്ഞ് ഭരിച്ച സർക്കാർ ഈ കറണ്ട് കട്ടിന് വെള്ളമില്ലാതായി മഴയില്ലാതായി ഇതിനെങ്ങനെ ഒരു ശാശ്വത പരിഹാരം കാണുമെന്ന് അവർ ചിന്തിച്ചോ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.